നമസ്കാരം. നമസ്കാരം. രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ ഫ്ലോറിൽ വരുന്നത്. ഒരുപാട് സന്തോഷം. ഫക്രു ചേട്ടാ, ചേച്ചി, ഇതുകൊണ്ടാ നിനക്ക് രണ്ടാമത്തെ തവണ വരാൻ സമയമുണ്ടോടാ? നീ മറ്റേ വേറെ വേറെ രാജ്യങ്ങളിലൊക്കെ കുഴപ്പമില്ലാണ്ട് പോകുന്നു ദൈവാനുഗ്രഹത്താൽ. അടിപൊളി, നന്നായിരിക്കട്ടെ. നന്നായിട്ട് വരട്ടെ. അതെ. അപ്പം കഴിഞ്ഞ തവണ ഞാൻ ഈ വേദിയിൽ വന്നപ്പോ ഒരു ചെറിയ കാര്യം പറഞ്ഞായിരുന്നു, ഇങ്ങനെ സിനിമയാണ് ആഗ്രഹം. അപ്പം ഏകദേശം ഇപ്പോ ആ ഒരു ആഗ്രഹം സഫലീകരിക്കുകയുണ്ടായി. നാദർഷിക സംവിധാനം ചെയ്ത വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന ചിത്രത്തിൽ അർജുൻ അശോകൻ ചേട്ടൻ്റെ ഒരു നെഗറ്റീവ് റോൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അത് ഈ വേദിയിൽ ഇപ്പൊ ആദ്യമായിട്ട് ഈ വേദിയിൽ വെച്ചാണ് പറയുന്നത്. എല്ലാവരും പോയി കാണണം, അഭ്യർത്ഥനയാണ്. എന്നെ അനുജേട്ടൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പം നമ്മുടെ ഈ താരങ്ങളുണ്ടല്ലോ, അവരുടെ ശബ്ദത്താൽ അവര് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ കയറി നിൽക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പോ ഇവര് സിനിമാ നടന്മാരായിരുന്നില്ല എങ്കിൽ അവരുടെ ശബ്ദം കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റ് ജോലികളും കാര്യങ്ങളൊക്കെ എന്റേതായ ഭാവനയില് ഫണ്ടിന് വേണ്ടി മാത്രമാണ്. അവരൊരിക്കലും നമ്മൾ തരം താഴ്ത്തി കാണുന്നതല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ മറ്റൊരു പാരലൽ യൂണിവേഴ്സിൽ എന്റെ ഒരു യൂണിവേഴ്സിനകത്ത് അവർ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നുള്ളത്. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ പൃഥ്വിരാജ് ചേട്ടനാണ്, രാജുവേട്ടൻ. അദ്ദേഹം ഒരു സയന്റിഫിക് ടെക്കി വ്ളോഗറാണ്, ഒരു ടെക്കിയാണ്. ഇപ്പൊ പുള്ളി മറ്റൊരു യൂണിവേഴ്സിൽ പുള്ളൊരു നമുക്ക് എങ്ങനെയായിരിക്കും ആ ഒരു അവതരണം പുള്ളി എന്നുള്ളത്. ഹായ് ഗായ്സ്, എല്ലാവർക്കും ഇല്ലുമിനാറ്റി ട്രിക്സിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മേക്കിങ്ങിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മളൊരു വിൻഡ് ഫാൻ ഉണ്ടാക്കാൻ പോവാണ്, വിൻഡ് ഫാൻ. അപ്പൊ നമുക്കതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊരു 4 pieces ഓഫ് ഫ്രോൺസ് വേണം. ഫ്രോൺസ് എന്ന് പറയുമ്പോ വളരെ റെയറായി മാത്രം കാണുന്ന കോക്കനട്ട് ട്രീസിൽ വളരുന്ന ഓലയാണ്. അപ്പൊ നമുക്ക് 4 ഫ്രോൺസ് വേണം, 4 ഓല വേണം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രൂം സ്റ്റിക്സ് ആണ്. ബ്രൂം സ്റ്റിക്സ് എന്ന് പറയുമ്പോ ഈർക്കില്. അപ്പൊ നമ്മൾ ഇത് രണ്ടും എടുത്ത് കയ്യിൽ വെച്ചതിന് ശേഷം we should tie it closely, wrapping it all together, leading its 4 edges outside. പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് 4 കൃത്യമായി കെട്ടിയതിനു ശേഷം 4 അറ്റവും പുറത്തേക്ക് നിൽക്കണം. നമ്മൾ ഈ ടൈ ചെയ്ത് വെച്ചേക്കുന്നതിന് നടുക്ക് ഒരു തുള ഇടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ തുള ഇട്ടതിന് ശേഷം സ്മൂത്ത് ആയതിനു ശേഷം നമ്മുടെ വിൻഡ് ഫാൻ ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കറക്കുക എന്നുള്ളതാണ്. ഇത് കറക്കുന്ന വിധം പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുള്ളതുകൊണ്ട് പറയുന്നത്, തെക്കൻ കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ വൈകിട്ട് 6 മണിക്ക് ശേഷവും, വടക്കൻ കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ 4 മണിക്ക് ശേഷവും കാറ്റ് വീശുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇത് വെച്ചു കൊടുക്കുക. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇനി വിനായകൻ ചേട്ടൻ, അദ്ദേഹം പാരലൽ യൂണിവേഴ്സിൽ എന്തായിരിക്കും നോക്കാം. എല്ലാവർക്കും നമസ്കാരമുണ്ട്. കൊച്ചിൻ അരളി നാടൻപാട്ടും കലാസമിതിയിലേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഇവിടെ ഞാൻ വന്നപ്പോ എന്റെ അടുത്ത് ഇവിടുത്തെ കമ്മിറ്റിക്കാര് പറയുകയുണ്ടായി, വിനായകൻ ആ പാട്ട് പാടണം, വിനായകൻ ഈ പാട്ട് പാടണം. അല്ല, അവരാരും എന്റെ അടുത്ത് പറയാൻ? അവർക്ക് എന്ത് റൈറ്റ് ആണ് എന്റെ അടുത്ത് പറയാൻ? അവർക്ക് എന്നെ പറ്റി അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഐ ആം വൺ ഓഫ് ദ പ്രൊമിനന്റ് സിംഗർ ഓഫ് നാടൻപാട്ട് കേരള കലാരൂപം ഫോർ ദ ലാസ്റ്റ് 25 years. അവർക്ക് എന്നെ പറ്റി അറിയില്ല. അല്ല, മക്കളൊന്നുമില്ല ഞാൻ ആരാന്ന്. എന്റെ ഏതൊക്കെ പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവാണ്. നമുക്കിവിടെ ശബ്ദവും വിളിച്ചു തന്ന വിധു പ്രതാപ് സൗണ്ട്സിനും പക്രു ലൈറ്റ്സിനും എന്റെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്. ആദ്യ പാട്ട് തുടങ്ങാൻ പോവാണ്. അപ്പം വിധു എന്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് 2 വരിക്ക് പാടണം. എന്നാന്ന് വെച്ചാ ലീഡ് പാടുന്ന ആളിതുവരെ എത്തിയിട്ടില്ല. പിന്നെ വേറൊരു പ്രശ്നം, പരുന്തിന്റെ കലാരൂപം ചെയ്യുന്ന ആളും എത്തിയിട്ടില്ല. അപ്പം കുഴപ്പമില്ല, ഞാനിതെല്ലാം ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് പാടാൻ പറ്റും. ചക്കി എന്നൊരു ചെമ്പരുന്തവളോ തകതെയ്ത, ചക്കി എന്നൊരു ചെമ്പരുന്തവളോ തകതെയ്ത. കോറസ് പാടും എല്ലാരും. തന്നാരം പരുന്തവിടെ, പരുന്തവിടറാ, പരുന്തിനെ കാണാനില്ലല്ലോ. പരിപാടി പൊളിയെന്നാണ് തോന്നുന്നത്. യു കണ്ടിന്യൂ, 2 പേരും കൂടി പാട്. മൈക്ക് അറേഞ്ച് ചെയ്ത് നോക്കി കൃത്യമായിട്ട്. എന്താണ് നടക്കണത്? ഇത് മൊത്തം പരിപാടി. ഇത് തന്നാനെ പാടിയിട്ട് കാര്യമില്ല, അടിയിട്ട് ഇറങ്ങി ഓടാൻ നോക്ക്. ഇതായിരിക്കും വിനായകൻ ചേട്ടന്റെ ഒരു ഇത്. ഇനി എലീന ചേച്ചിക്ക് കല്യാണമായിട്ട് സൗബിനിക്ക വന്നിട്ടുണ്ട്. അദ്ദേഹം ബ്രോക്കറാണ്. സൗബിക എടി
നീ എവിടെയായിരുന്നു? നിന്നെ പറ്റി എത്ര ആളായി ഞാൻ തിരക്കുണ്ടടക്കട്? കുറെ നാളായില്ലേ നിന്നെ കണ്ടിട്ട്. നിനക്ക് പറ്റിയൊരു പയ്യനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറെ നിനക്ക് പറ്റിയത് കറക്റ്റ് ആണ്. ഒരു രക്ഷയില്ലാത്ത പയ്യൻ, സൂപ്പർ പയ്യനാണ്. ഞാൻ എന്റെ ഒരു അകന്ന ബന്ധുവിന്റെ മകനാണ്. ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, നല്ല പെൺപിള്ളേർ ആരെങ്കിലും അടക്കോ ഒതുക്കമുള്ള പെണ്ണുകളെന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ ചൂസ് ചെയ്ത. മനസ്സിലായ? അവൻ അനുഭവിക്കട്ടെ നിന്നെ കെട്ടി പോട്ടെ, എന്തിനും ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവൻ കുറെ നാള് ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അറബിയുടെ കൂടെ നടന്ന് ഒട്ടകത്തിന്റെ കൂടെ കിടന്ന് കുറെ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് അവൻ വന്നേക്കാണ്. കല്യാണം ഉറപ്പിക്കാം. എത്ര കമ്മീഷൻ തരും എനിക്ക്? അത് പറയാതെ. അപ്പൊ കമ്മീഷൻ വേണ്ടേ? എന്റെ കാര്യം നടക്കട്ടെ. എത്ര രൂപ കമ്മീഷൻ തരും? ഒരു 5%. നാണില്ലേ പറയാൻ? 10% ആണെങ്കിൽ നമ്മളിപ്പോ ലോക്ക് ചെയ്യും. പയ്യനെ ഇപ്പൊ വിളിക്കും, ഞാൻ ഇവിടെ വെച്ച് പറയും. എന്റെ പെങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കുന്ന പയ്യനാണത്. ഉറപ്പാണ് പറയുകയാണെങ്കിൽ നമുക്കൊന്നൊരു 10% ഉറപ്പാണേ. നല്ല ഒച്ചാ. ഇതാ ഞാൻ പറഞ്ഞു, അവന്റെ ഭാഗ്യാണെന്ന്. ഞാൻ പയ്യനെ വിളിക്കാം. വിധുവിന് പറ്റിയൊരു പെണ്ണുണ്ട്. വേണ? വിധുവിന് പറ്റിയൊരു പെണ്ണുണ്ട്. അടക്കോ ഒതുക്കൊള്ളൊരു പെണ്ണല്ലേ? അതെ, എന്റെ അനിയന് കെട്ടിച്ചു കൊടുക്കാൻ നിന്നൊരു പെണ്ണാണ് അവള്. സൂപ്പർ പെങ്കൊച്ച. കമ്മീഷൻ എത്ര വരും? എത്ര വരും? എന്റെ ഒരു റേഞ്ചിൽ 20 പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. എന്നാലും എത്ര വരും? ഒരു 8. 8? ഇത്രക്ക് ചീപ്പാണോ വിധു പ്രതാപ്? ഞാൻ എന്റെ അനിയനെ കെട്ടിച്ചു കൊടുത്തോളാം. പൊക്കോ. ഇതായിരിക്കും സൗഭിക്കയുടെ ആ ഒരു ബ്രോക്കറായിട്ട് അദ്ദേഹം പോകുന്നത്. ഇനി വിധു ചേട്ടന്റെയും എന്റെയും ബക്രു ചേട്ടന്റെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാളായിട്ടുള്ള രമേശ് ചേട്ടൻ വിഷാരടി. രമേശ് ചേട്ടൻ പാരലൽ യൂണിവേഴ്സിൽ ഒരു ബ്രദറാണ്. അതെ. അത്യുന്നതങ്ങളിലുള്ള ദൈവത്തിന് മഹത്വം, സന്മനസ്സുള്ളവർക്ക് സമാധാനം. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരികളെ, പ്രിയ സഹോദരന്മാരെ, ഇന്ന് ഈ പുണ്യവേദിയിൽ ഒരുപാട് അത്ഭുത പ്രവർത്തനങ്ങൾ നടക്കാൻ പോവുകയാണ്. അതിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മളെല്ലാവരും കടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ പ്രാർത്ഥന നടന്നപ്പോൾ കൂനമ്മാവിലുള്ള ഒരു 42-കാരനായ ധർമ്മജൻ എന്ന യുവാവ് വരികയും അദ്ദേഹത്തിന്റെ പ്രശ്നമായ അദ്ദേഹത്തിന്റെ കോമഡികളൊന്നും വിജയിക്കില്ല എന്നൊരു കാര്യം ഇവിടെ പറയുകയുണ്ടായി. നമ്മളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്നതിന് ശേഷം അദ്ദേഹം 16 വർഷങ്ങൾക്ക് ശേഷം ഈ കാണുന്ന 2000-ഓളം വരുന്ന കാണികളെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു കോമഡി പറയുകയും ആ കോമഡിയിൽ വലിയ വിജയമാവുകയും ചെയ്തു. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ മാത്രം ഗുണമാണ്. കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഗിന്നസ് ബക്രു ചേട്ടന്റെ ട്രെയിൻ വീണ്ടും സ്റ്റാർട്ടായി. ഒരുപാട് നാളായിട്ട് വീണ്ടും കിടന്ന് പുഴുത്തുകൊണ്ടിരുന്ന വിധു പ്രതാപിന്റെ കൗണ്ടറുകൾ വീണ്ടും വിജയിച്ചു തുടങ്ങി. ഒരിക്കലും അടങ്ങില്ലെന്ന് കണ്ടിരുന്ന എലീനെ വീണ്ടും അടക്കവും ഒതുക്കവും പഠിച്ചു. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. രമേശ് ചേട്ടന്റെ ഒരു സംസാരം കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന. പിന്നെ നമുക്കുള്ളത് മലയാളത്തിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു നെക്സ്റ്റ് ജനപ്രിയ നായകൻ ലെവലിൽ വരുന്ന ആൾ അർജുൻ അശോകൻ ചേട്ടൻ. ബാബു നമ്പൂതിരി കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഇത്രയും പതിയെ സംസാരിക്കുന്ന വ്യക്തി വേറെ ഉണ്ടാവില്ല. അപ്പം അർജുൻ ചേട്ടൻ ഒരു ഹോമിയോയിലെ ഡോക്ടറാണ്, ഹോമിയോ ഡിസ്പെൻസറിയുടെ. അപ്പൊ വിധു ചേട്ടന് ജലദോഷമായിട്ട് വന്നേക്കുവാണ്. ഓക്കെ, അപ്പൊ ഞാൻ പേര് ചോദിക്കുമ്പോൾ വിധു എന്ന് പറയണം, ജലദോഷം എന്ന് മാത്രം പറഞ്ഞാൽ. ഓക്കെ, എന്താ പേര്? വിധു പ്രതാപ്. നല്ല പേര്. എന്ത് ചെയ്യുന്നു? ഞാൻ പാട്ടൊക്കെ ഗായകനാ. പാട്ട് അടിപൊളി. കുറെ നാളായി നല്ലൊരു പാട്ടുകാരനെ കണ്ടിട്ട്. പിന്നെ എന്താ അസുഖം? എന്താ അസുഖം പറഞ്ഞില്ലേ? എനിക്ക് ചെറിയൊരു ജലദോഷം. കൊള്ളാം, നല്ല അസുഖം. കുറെ നാളായി ജലദോഷമുള്ള ഒരാളെ കണ്ടിട്ട്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അടിയന് വേണ്ടി ജലദോഷം വരുമ്പം എല്ലാവർക്കും അനുകരിച്ച് പാടാൻ പറ്റുന്ന ഒരു ശബ്ദമുണ്ട്, ഉദിത് നാരായണന്റെ. 2 വരി പാടുവോ? 2 വരി പാടുവോ? ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടായി, കൊള്ളാം. ഞാൻ മരുന്നുകൾ എഴുതിയിട്ടുണ്ട്. ഇത് തുള്ളിമരുന്ന് 1 വീതം 3 നേരം മൂക്കിലൊഴിക്കണം. ഇത് പൊടിമരുന്ന് വെള്ളത്തിൽ ചാലിച്ച് ഭക്ഷണത്തിന് ശേഷം കഴിക്കണം. ഇത് പ്രതിരോധ മരുന്ന്. നിങ്ങളുടെ അസുഖം ഏതായാലും മരുന്നുകൾ ഈ 3 എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒക്കെ ഒരു ഭാഗ്യം പോലെ. ഇനി നമ്മുടെ വിനയ് ഫോർട്ട്. വിനയ് ചേട്ടൻ മെന്റലിസ്റ്റ് ആയിട്ട് ഈ വേദിയിൽ എത്തുവാണ്. മെന്റലിസ്റ്റ് ആണ്. എല്ലാവർക്കും നമസ്കാരം. ഹായ്. എന്റെ അടുത്ത് 3 പേരും പേര് പറയരുത്. ഞാൻ നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ പേരുകൾ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, 2 സെക്കൻഡ് 3 പേരും കണ്ണടക്കി നല്ലൊരു ബ്രീത്ത് എടുക്ക്. കണ്ണു തുറന്നോളൂ. ഓക്കെ, നടുക്കിരിക്കുന്ന ആളുടെ അടുത്താണ് 2 വാക്കായിട്ടുള്ള 6 അക്ഷരം വരുന്നതല്ലേ നിങ്ങളുടെ പേര്? അല്ലേ?
ആയിലല്ലേ നിങ്ങളുടെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല 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 തെറ്റി, 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 അല്ലല്ല ആയില് തെറ്റി. വെയിറ്റ് ആയിലാണെങ്കിൽ ആയിലാണ്. ആ. ഞാൻ പറയുന്നത് ശരിയല്ലേ? ആയിലാണെങ്കിൽ അജയകുമാർ എന്നല്ലേ നിങ്ങളുടെ പേര്? അതെ അതെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഭാര്യയും 2 കുട്ടികളും ഉണ്ട് ഉണ്ട് അല്ലേ? ഉണ്ട്. സംഗീതമാണ് അഭിരുചി, അതെ. പക്ഷെ കോമഡി പറഞ്ഞ് ഞങ്ങൾ വെറുപ്പിക്കുന്നു. അത് ഞങ്ങളുടെ വിധി. അതുകൊണ്ട് നീ വിധു പ്രതാപ് അല്ലേ? എനിക്കറിയാം, ഏറെക്കുറെ. ഈ ലോകത്തില് ഒട്ടും അടക്കോതുക്കൊല്ലാത്തൊരു കുട്ടിയല്ലേ, പേര് അലീന. എലീന. 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 Yes, ഞാൻ പറഞ്ഞ റൈറ്റല്ലേ? സി മലയാള സിനിമ മാറാൻ പോവാണ്. ഇനിയും ഒരുപാട് 200-300 കോടി ക്ലബുകളിലേക്ക് പോവും. എന്റെ പുതിയ പ്രൊഡിക്ഷൻ ആണ്, ഞാൻ പറയുന്നത് കുറിച്ചിട്ടോ. ഈ എപ്പിസോഡ് വൈറലാവും. താങ്ക് യു. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതായിരിക്കും ആ ഒരു റോഡ്. കലക്കി. ഇനി നമുക്ക് തിരിച്ച് കോമഡി മാസ്റ്റേഴ്സിന്റെ യൂണിവേഴ്സിലേക്ക് വരാം. അല്ലേ? ഇത്രയും നേരം നമ്മൾ വേറെ യൂണിവേഴ്സിലായിരുന്നു. അച്ഛന്റെ ഒരു കാര്യം പറയാം, കിടിലമായിരുന്നു. അതായത് നമ്മൾ സാധാരണ സിനിമ ഡയലോഗുകളാണ് നമ്മൾ കൂടുതലും കേൾക്കുന്നത്, പക്ഷെ ഇത് വേറെ യൂണിവേഴ്സിലേക്ക് ഞങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. അല്ലേ ബക്രു ചേട്ടാ? തീർച്ചയായിട്ടും ഇതാണ് പുതുമ എന്ന് പറയും. കറക്റ്റ്. നമ്മൾ കണ്ടെത്തലാണല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഇതിനകത്ത് ഫൺ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. അതെ. അതെ. അപ്പം ഞങ്ങൾക്ക് കൈയടിക്കണോ അഭിനയിക്കണോ എന്ന് അറിയാൻ അതെ. താങ്ക് യു കേട്ടോ, താങ്ക് യു. യശ്വന്തേ, ഇതേ നമ്പറുമായിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഇവിടെ രാജ്യത്ത് ലാസ്റ്റ് റിയാദിൽ വെച്ച് നമ്മൾ കണ്ടത്. അതെ അതെ അതെ. ഞാൻ 8 വർഷമായി ഫീൽഡിൽ നിൽക്കുന്നു. അതിന് ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ സ്റ്റേജിൽ കയറുന്നത്, ആദ്യമായിട്ട് ഞാൻ 40,000 വോൾട്ട് സൗണ്ടിൽ മിമിക്രി ചെയ്യുന്നത് പക്രുചേട്ടന്റെ ഷോയ്ക്കാണ്. പക്രുചേട്ടനാണ് എനിക്ക് ഫ്ലോർ വന്നത്. ഒരുപാട് നാളത്തെ ബ്രേക്കിന് ശേഷം പക്രുചേട്ടന് മുന്നിൽ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല നമ്മളൊരു കോളേജ് പഠിച്ചവരുമാണ്. അതെ, പക്രുചേട്ടന് ശേഷം ബസേലിയസ് കോളേജിൽ നിന്ന് മിമിക്രിക്ക് ഞാനാണ് പിന്നെ ഒരുമിച്ച് പഠിച്ചവരാണോ? ഒരുമിച്ച് പഠിച്ചതല്ല. സീരിയസ് ആയിട്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് അങ്ങനെയാണ്. അങ്ങനെ പറയുന്നത് എനിക്കിഷ്ടം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം വീണ്ടും ഈ ഒരു ഷോയുടെ ഭാഗമാകാൻ സാധിച്ചാൽ. ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കേടി തന്നാൽ എനിക്ക് പോകാമായിരുന്നു. മാത്രല്ല വേറെ കിടിക്കാച്ചി സമ്മാനം നമ്മൾ തരാൻ റെഡിയാണ്. ചേട്ടാ മ്യൂസിക് ഇട്ട് നമുക്ക് പോവാം. Come on. ലണ്ടൻ ക്ലാസിക്കിന്റെ സമ്മാനമാണ് ലഭിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്.